ഒരു വിലക്കയറ്റത്തിന്റെ വാർത്തയാണ് ഇനി പറയാനുള്ളത്. സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 87,000 രൂപയായി. 880 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 10,875 രൂപയായി. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സ്വർണ്ണത്തിന് വില കൂടുമ്പോൾ നിങ്ങൾ ആ കൂടിയ വിലയൊക്കെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ റെക്കോർഡ് ഇട്ടു എന്ന് പറയേണ്ട. എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. ഇതിപ്പോ കൂടി 1 ലക്ഷത്തിലേക്ക് എത്തുമോ അർജുൻ ഇങ്ങനെയാണെങ്കിൽ? സുജി, അങ്ങനെ തന്നെയാണ്. സ്വർണം ഓരോ ദിവസവും സ്വർണത്തിന്റെ തന്നെ റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഓരോ ദിവസവും പുതിയ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില. ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 87,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 ലക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു മാസം പോലും വേണ്ട 1 ലക്ഷത്തിലേക്ക് എത്താൻ എന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് വർദ്ധിച്ചത് ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് ഗ്രാമിന് 10,875 രൂപയായി. പവന് 880 രൂപ വർദ്ധിച്ച് 87,000 രൂപയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി അടക്കം ഏതാണ്ട് 94,000 95,000 രൂപ വരെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇന്നലെ രാവിലെ ആദ്യഘട്ടത്തിൽ സ്വർണ്ണവില വർദ്ധിച്ചിരുന്നു. അതിനുശേഷം കുറയുകയും ചെയ്തിരുന്നു. ഇന്നലെ രാവിലെ 86,760 രൂപ വരെ എത്തിയിരുന്നു. അതിനുശേഷം 640 രൂപയോളം കുറഞ്ഞ് 86,120 രൂപയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് വീണ്ടും കുതിച്ച് 87,000ത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കാണുന്നതാണ്. ഒരു ദിവസം ഒരു തവണ മാത്രമല്ല, ചിലപ്പോൾ 2 തവണ വരെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുമ്പ് 2023 ഈ സമയത്ത് വെറും 40,000 രൂപ മാത്രമാണ് സ്വർണത്തിന് ഉണ്ടായിരുന്നത്. 2 വർഷത്തിനിടെ ഏതാണ്ട് 45,000 രൂപയിലധികമാണ് സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. വെള്ളിയുടെ വിലയും വർദ്ധിക്കുന്നുണ്ട്. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം തന്നെയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത്. എന്തായാലും സ്വർണത്തിന്റെ വില ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഒരു പവന് 87,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്റെ പൊന്നേന്ന് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ സ്നേഹത്തോടെ അത് വിളിച്ചാൽ മതി. പൊന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് വേണം സമ്മാനം എന്നൊക്കെ ഇപ്പോൾ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ ചോദിക്കുമ്പോൾ സ്വർണ്ണമല്ലാത്ത മറ്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നതാണോ നല്ലത് എന്നൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ പലരും മാറ്റേണ്ടി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ.